നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിനി പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് നമ്മൾ പേപ്പർ പാറ്റേൺ മേക്കിംഗ് ക്ലാസ് ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു പാറ്റേൺ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ തിയറി ക്ലാസ്സസ്, അതായത് ബേസിക്സ് മുതൽ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതിൽ മെയിനായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആളുകൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ പേപ്പർ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളതായിരുന്നു. നമ്മുടെ പാറ്റേൺ പേപ്പർ നമുക്ക് പേപ്പർ മാർട്ടുകളിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഓൺലൈനിലും അവൈലബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രെയിൻ ലൈൻസ് ഇല്ലാത്ത പേപ്പേഴ്സ് നമുക്ക് ഈ ഒരു പാറ്റേൺ മേക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഗ്രെയിൻ ലൈൻസ് ഇല്ലാത്ത പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നോർമലി ഫാഷൻ ഡിസൈനേഴ്സ് ഗ്രെയിൻ ലൈൻസ് വരുന്ന പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേപ്പറാണ് വരുന്നത്. ഗ്രെയിൻ ലൈൻസ് ഒക്കെ വന്നിട്ടുള്ള പേപ്പറാണ് വരുന്നത്. അത് നമ്മുടെ പാറ്റേണിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസൈനേഴ്സിൻ്റെയും മാനുഫാക്ചേഴ്സിൻ്റെയും അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെയും കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആക്കാൻ ഈ ഒരു പാറ്റേൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗ്രെയിൻ ലൈൻസും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ചെന്നിട്ട് ഗ്രെയിൻ ലൈൻ എങ്ങനെയാണ്, ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഗ്രെയിൻ ലൈൻസ് പാറ്റേൺ പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ജസ്റ്റ് വീട്ടിൽ ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾക്ക് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ചാർട്ട് പേപ്പറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വലുപ്പം ഇല്ലാത്തതുകൊണ്ട് അത് ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ വേണ്ടി വരും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ എനിക്ക് തോന്നുന്നത് ഈ ഒരു പാറ്റേൺ പേപ്പർ വാങ്ങിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ച് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തിൻ്റെ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമല്ലോ. നമ്മൾ ഇന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് കിഡ്സ് വെയറിലൊക്കെ വരുന്ന ഒരു നോർമൽ ഒരു സമ്മർ ഫ്രോക്ക്, അതിൻ്റെ പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ബേസിക്സ് മുതൽ വേണമല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്ത ഒരു പാറ്റേൺ ആണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഞാൻ ക്ലാസ് വർക്കായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു മെഷറിംഗ് ടാപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ റെഡും ബ്ലാക്കും സ്കെച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ഗ്രീന് പെന്നുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രഞ്ച് കേവ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ പാറ്റേൺ പേപ്പറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ സമ്മർ ഫ്രോക്ക് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത എൻ്റെ റെക്കോർഡിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേൺ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മളും ഒരു സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേൺ തന്നെയാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്ക് പാർട്ടാണ്, ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ഗാർമെൻ്റ് ആണോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മളൊരു ബോക്സിൽ കൊടുക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ടാഗ് പീസാണ് വരുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ.
അപ്പം നമുക്ക് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ലെങ്ത് ആവശ്യമാണ്, അതുപോലെ ചെസ്റ്റ് റൗണ്ടും ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മോളുടെ ഒരു ഫ്രോക്കിൻ്റെ സൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ സൈസൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പം അത് അവർക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അവൾക്ക് 4 വയസ്സാണ്. അപ്പോൾ അവളുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 22 ഇഞ്ചസാണ്. അവളുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 18 ഇഞ്ചസുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ പേപ്പറിനെ നമുക്ക് ഫോൾഡ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാറുള്ളത്. കാരണം നമുക്ക് ഫ്രണ്ട് പാർട്ടും നമുക്ക് കിട്ടണം, അതുപോലെ ബാക്ക് പാർട്ടും കിട്ടണം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നോർമൽ ഗാർമെൻറ്റ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ വരാറുള്ളൂ. നമ്മുടെ ആം ഹോളിൻ്റെ സൈഡിൽ വ്യത്യാസം വരും, അതുപോലെ നെക്കിൻ്റെ പോർഷനിലും വ്യത്യാസം വരും. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് ഫ്രണ്ടും ബാക്കും തമ്മിൽ ഉണ്ടാവാറുള്ളൂ നോർമൽ ഗാർമെൻറ്റ്സിൽ. നമ്മൾ കുറച്ച് ട്രെൻഡി ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നോർമലി ചെയ്യുന്ന പെറ്റിക്കോട്ട്, അതുപോലെ ഈ ഒരു സമ്മർ ഫ്രോക്ക് അങ്ങനെയൊക്കെ വരുമ്പം ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാറുള്ളൂ. പക്ഷേ നമ്മൾ ഫ്രണ്ട് പാർട്ട് വേറെയും ബാക്ക് പാർട്ട് വേറെയും ആയിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പാറ്റേൺ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ഫോൾഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേപ്പർ വേസ്റ്റ് ആവും. നമ്മൾ വിഡ്ത്ത് എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഏറ്റവും ഹയ്യസ്റ്റ് വിഡ്ത്ത് വരുന്ന പോർഷന് നമുക്ക് എപ്പോഴും ബോട്ടം സൈഡ്, അതായത് നമ്മുടെ ഏതൊരു ഗാർമെൻറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ താഴ്ഭാഗത്തായിരിക്കും ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് വിഡ്ത്ത് വരുന്ന ഭാഗം, നോർമലി വരുന്ന ഡ്രസ്സസിൻ്റെയൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു മെഷർമെൻറ്റിന് ഈ ഒരു പോർഷൻ തന്നെ ധാരാളമായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ടോപ്പ് പോർഷനിൽ നിന്ന്, അതായത് നമ്മുടെ പാറ്റേൺ പേപ്പറിൻ്റെ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നിന്ന് ഒരു 1 or 1.5 ഇഞ്ചൊക്കെ താഴത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അവിടുന്ന് വേണം പിന്നെ നമ്മൾ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് താഴോട്ട് വേണം, അതായത് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റിൽ നിന്ന് താഴോട്ട് വേണം നമ്മൾ ഫുൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാറ്റേൺ ചെയ്യുമ്പം നമ്മൾ വിത്ത് സീം അലവൻസിലും വിത്തൗട്ട് സീം അലവൻസിലും ചെയ്യാറുണ്ട്. അതായത് വിത്ത് സീം അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീം അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ തയ്യൽ തുമ്പ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനെയാണ് നമ്മൾ സീം അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് സീം അലവൻസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പാറ്റേൺ ആണ് വിത്ത് സീം അലവൻസ് പാറ്റേൺ. വിത്തൗട്ട് സീം അലവൻസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പാറ്റേൺ ആണ് വിത്തൗട്ട് സീം അലവൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിത്ത് സീം അലവൻസ് പാറ്റേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇവിടെ കുറച്ച് ഗ്യാപ്പ് നമുക്ക് വേണം അല്ലേ. നമ്മുടെ തയ്യൽ തുമ്പ്, അതായത് നമ്മുടെ സീം അലവൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് മുകളിൽ വേണം. അപ്പം അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷന് നമ്മൾ വിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു 1 or 1.5 ഇഞ്ച്, ഞാൻ നോർമലി 1.5 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. കാരണം നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ചുകൂടി മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും 1.5 ഇഞ്ച് തന്നെയാണ് ഞാൻ വിട്ട് കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് ഇവിടെ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന്, അതായത് നമ്മൾ ഈ ഒരു പോയിൻ്റ് ചെയ്തെടുത്ത ആ ഒരു പോയിൻ്റിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ മോളുടെ ഫുൾ ലെങ്ത്ത് ഞാൻ പറഞ്ഞല്ലോ 22 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു 22 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴത്തോട്ട്. അപ്പോൾ ഞാനിവിടെ 22 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ലൈനാണ്. അതായത് നമ്മുടെ ആം ഹോളൊക്കെ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനാണ് നമുക്കിനി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെസ്റ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്
1/4 ഓഫ് ചെസ്റ്റ്. അതായത് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 1/4 ആണ് ഈ ഒരു ചെസ്റ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. നമ്മൾ ആം ഹോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതാണ് ചെസ്റ്റ് ലൈന്. ഇവിടുന്ന് ഇവിടെ മറ്റുള്ള ആ ഒരു മെഷർമെൻ്റാണ് ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഇവിടെ 18 ഇഞ്ചസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/4 ഓഫ് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ 18/4 = നമുക്ക് 4.5 കിട്ടും. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പോൾ നമുക്കതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമുക്ക് നമ്മുടെ ചെസ്റ്റ് ലൈൻ മെഷർമെൻ്റ് ആയിട്ടുള്ള 4.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ്. അതായത് നമ്മുടെ വീതി എന്നൊക്കെ നമ്മൾ നോർമലി പറയാറുണ്ടല്ലോ, അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷനിൽ വരുന്ന ആ ഒരു വിഡ്ത്ത്, അതാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ചെസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പാറ്റേണിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എടുക്കുന്നത്. പക്ഷേ നമ്മൾ അതിൽ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു 1/2 ഇഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസ് അലവൻസ് എന്ന് പറയും. അതായത് നമ്മൾ ഒരിക്കലും നമ്മളൊരു ഗാർമെൻറ്റ് ടൈറ്റായിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല. അവിടെ നമ്മൾ കുറച്ചൊരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ഇഞ്ച്, അല്ല കുറച്ചൊരു ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ചൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ നോർമലി 1/2 ഇഞ്ചിലാണ് നമ്മൾ ഈസ് അലവൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് പ്ലസ് 1/2 ഇഞ്ച്. 1/4 ഓഫ് ചെസ്റ്റ് എന്ന് പറയുന്നത് 18/4 പ്ലസ് 1/2 ഇഞ്ച് അല്ലേ. അപ്പോൾ 18/4 എന്ന് പറയുമ്പോൾ 4.5 പ്ലസ് 1/2 ഇഞ്ച് = 5. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു ചെസ്റ്റ് ലൈന് പോയിൻ്റ് ചെയ്തല്ലോ, അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതിൽ സീം അലവൻസ്, അതായത് നമ്മുടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ ലാസ്റ്റ് പാറ്റേൺ കംപ്ലീറ്റ് വരച്ചതിന് ശേഷമാണ് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സീം അലവൻസ് ഒന്നും ആഡ് ചെയ്യാതെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്തു, അതുപോലെ ചെസ്റ്റ് റൗണ്ടും പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മൾ താഴത്തെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ താഴത്ത് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് എത്ര വിഡ്ത്ത് വേണം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതും നമ്മുടെ ബോട്ടം വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് പ്ലസ് അത് കൂടെ നമ്മളൊരു 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യും. ഈ ഒരു 1.5 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സ് നോർമലി നമുക്ക് താഴത്തോട്ട് ഇങ്ങനെ ഒരു കേവി ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പോർഷനേക്കാണ് കൂടുതലായിരിക്കും ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോർമലി നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. ഇനി നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു 3 ഇഞ്ചസ് വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോർമലി 1.5 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. കാരണം നമുക്ക് ആ ഒരു 1.5 ഇഞ്ച് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കാണല്ലോ, അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1.5 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ 1/4 ഓഫ് ചെസ്റ്റ് എന്ന് പറയുന്നത് 18/4 പ്ലസ് 1.5. അപ്പം 18/4 എന്ന് പറയുന്നത് 4.5 പ്ലസ് 1.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.5 പ്ലസ് 1.5 എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ബോട്ടം വിഡ്ത്ത് 6 ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ പാറ്റേണിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴത്തോട്ട് നമ്മൾ ഫുൾ ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് വെച്ചല്ലോ. ഈ ഒരു പോയിന്റ് നമ്മൾ ചെസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് വെച്ചല്ലോ. ഈ ഒരു ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് നമ്മുടെ ബോട്ടം വിഡ്ത്തിക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്കൊരു സ്കെയിൽ യൂസ് ചെയ്യാം. സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റ് റൗണ്ടിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴെ ബോട്ടം സൈഡിലോട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബോട്ടം വിഡ്ത്ത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബോട്ടം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ബോട്ടം സൈഡിൽ നമുക്ക് ചെറിയൊരു കേവ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു താഴത്തെ ഈ ഒരു ബോട്ടം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ ആ ഒരു പോർഷനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് മുകളിലോട്ട് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കേവ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്താലും മതി. ഇത് നമുക്ക് അത്ര കേവി ആയിട്ട് വരുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിവിടെ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, ബിഗിനേഴ്സ് ആയിരിക്കും നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണുന്നത്, അപ്പോൾ അവർക്കും ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കേവ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു കേവി ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടം പോർഷൻ കാണാൻ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കേവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതുപോലെ ചെസ്റ്റ് ലൈനും മാർക്ക് ചെയ്തല്ലോ. ഈ ഒരു 2 പോയിന്റും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെസ്റ്റ് ലൈന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലോട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ലൈന് വരക്കണം. അപ്പോൾ അതിന് ഇവിടുത്തെ ഈ ഒരു വിഡ്ത്ത് എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് എന്നുള്ളതാണ്. 1/4 ഓഫ് ചെസ്റ്റ്. അപ്പോൾ 1/4 ഓഫ് ചെസ്റ്റ് നമ്മൾ ഇവിടെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 4.5 ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി 4.5 ഇവിടുന്ന് ഇങ്ങോട്ട് വിഡ്ത്തായിട്ട് എടുക്കാം. അതായത് നമ്മൾ ഈ ഒരു ചെസ്റ്റ് ലൈനിൻ്റെ മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുന്ന് നമ്മളൊരു 4.5, അതായത് 1/4 ഓഫ് ചെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു നമ്പർ ഉണ്ടല്ലോ 4.5 എന്നുള്ളത്, അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൈൻ ഒന്ന് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇവിടുന്ന് താഴത്തോട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ആം ഹോൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആം ഹോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഞാൻ താഴേക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഈ ഒരു പോയിന്റും അതുപോലെ ഈ ഒരു പോയിന്റും വരുന്ന രീതിയിൽ വേണം നമ്മൾ കർവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു പാറ്റേൺ ആണല്ലോ. നോർമലി നമ്മുടെ ആം ഹോൾ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തന്നെ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കേണ്ടിയിട്ട് വരും. പക്ഷേ ഈ ഒരു സമ്മർ ഫ്രോക്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്താലും മതി കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ചെറുതായതും കൊണ്ട് കുറച്ചുകൂടി ഈസി നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ് ഈ 3 പോയിന്റും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു കർവി ലൈന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കൊടുക്കുന്ന ആം ഹോളാണ് ഇത്. അപ്പോൾ നമുക്കിനി ബാക്ക് ആം ഹോളും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഒന്നുമില്ല, നമ്മൾ ഈ ഒരു പോയിന്റും അതുപോലെ ഈ ഒരു പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് കർവി ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് പോയിന്റ് ചെയ്ത് കൊടുത്തല്ലോ, അവിടെ ടച്ച് ചെയ്യാതെ നമുക്ക് ഈ ഒരു പോയിന്റും ഡയറക്റ്റ് കർവ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാക്ക് ആം ഹോളും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ ചെയ്തു.
ഇനി ബാക്ക് ആം ഹോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേർവി ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് ആം ഹോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് സീം എലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ആം ഹോൾസ് തമ്മിൽ എന്താണ് ഡിഫറൻസ്, എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ടുള്ള ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫ്രണ്ട് ആം ഹോളായിരിക്കും. പുറത്തോട്ട് വന്നിട്ടുള്ള ഈ ഒരു ആം ഹോൾ നമുക്ക് ബാക്ക് ആം ഹോളായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിന് ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഉള്ളിലോട്ട് നമുക്ക് വന്നിട്ടുള്ള ആം ഹോള് ഫ്രണ്ട് ആം ഹോള്, പുറത്തോട്ട് നമുക്ക് വന്നിട്ടുള്ള ആം ഹോള് ബാക്ക് ആം ഹോള്. അത് ഈ ഒരു ഗാർമെൻറ്റിൽ എന്നല്ല, നമ്മൾ ഏതൊരു ഗാർമെൻറ്റിൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നോർമലി വരാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സീം എലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുകളിൽ ഈ ഒരു ടോപ്പ് പോർഷനിൽ നമുക്ക് 1/2 ഇഞ്ചസ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോർമലി നമ്മുടെ നെക്കിൻ്റെ പോർഷന് അതുപോലെ ആം ഹോൾ പോർഷന് അവിടെയൊക്കെ 1/2 ഇഞ്ച് ആണ് സീം എലവൻസ് കൊടുക്കാറുള്ളത്. ചിലവരത് 1/4 ഇഞ്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. എനിക്ക് ഒന്നുകൂടി ഈസി 1/2 ഇഞ്ച് കൊടുക്കുമ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ആം ഹോള് പോർഷനിൽ നമ്മുടെ ബാക്ക് ആം ഹോൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ സീമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനിൽ നമ്മുടെ മെഷറിംഗ് ടാപ്പിൻ്റെ 1/2 ഇഞ്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ 3.5 3.5 ആ ഒരു പോർഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഈ ഒരു ബാക്ക് ആം ഹോളിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കേർവി ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലോട്ട് നമുക്ക് 1 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ നോർമലി കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് വെച്ചിട്ട് സീം എലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ബോട്ടം പോർഷനിലും 1 ഇഞ്ച് വെച്ചിട്ട് തന്നെയാണ് സീം എലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്കിതൊക്കെ നമ്മുടെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആം ഹോളിൻ്റെ സൈഡും ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് വലിയ വലിയ ആം ഹോൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സൈഡിലും നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സീം എലവൻസ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം പോർഷനിലും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബോട്ടം ഈ ഒരു സൈഡിൽ നമ്മൾ കേർവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കേർവി ആയിട്ട് നമ്മൾ സീമും ആഡ് ചെയ്ത് കൊടുക്കണം. സീം എലവൻസ് നമ്മൾ ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കാൻ നിൽക്കരുത്. നമ്മൾ കേർവി ആയിട്ട് തന്നെ നമ്മുടെ സീം എലവൻസും കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്ഷനോടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എറൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് ഞാൻ എറൈസ് ചെയ്ത് പോയപ്പം ആ ഒരു വീഡിയോ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ലൈന് ഞാൻ എറൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ സ്ക്വയർ ആയിട്ട് ഒരു ലൈൻ കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അതും ഞാൻ എറൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബോട്ടം പോർഷനിൽ നമ്മൾ ഫസ്റ്റ് സ്ക്വയർ ആയിട്ടാണല്ലോ ചെയ്തിരുന്നത്, അതും ഞാൻ എറൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സിമ്പിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കട്ടിങ് ലൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ സ്കെയിലും എടുത്തിട്ട് നമുക്ക് നമ്മുടെ കട്ടിങ് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ കട്ടിങ് ലൈൻസ് എന്ന് പറയുമ്പം നമ്മൾ നോർമലി കട്ട് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഈ ഒരു റെഡ് സ്കെച്ചോ അല്ലെങ്കിൽ പെന്നോ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ കട്ട് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഫാബ്രിക് ആരാണോ കട്ട് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് പോർഷൻസാണ് കട്ട് ചെയ്ത് കളയേണ്ടത്, ഏത് പോർഷൻസിലാണ് ഫോൾഡിങ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് കട്ടിങ് ലൈൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീം അലവൻസ് കൊടുത്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കട്ടിങ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ സൈഡിലും നമുക്ക് കട്ടിങ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബോട്ടം പോർഷനും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കേവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേവി ആയിട്ട് തന്നെ നമ്മൾ സീമും ആഡ് ചെയ്യണം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കേവി ആയിട്ട് നമുക്ക് കട്ടിങ് ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് ലൈൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ബാക്ക് ആം ഹോളിൻ്റെ സീം മാത്രമാണല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് ആം ഹോളിൻ്റെ സീം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ വിട്ടുപോയതാണ്. നമ്മൾ കട്ടിങ് ലൈൻസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ അത് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. അപ്പം നമുക്ക് ഇനി ഫ്രണ്ട് ആം ഹോളിൻ്റെ സീം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോളിൻ്റെ സീം നമ്മൾ നോർമലി ഈ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു ആം ഹോളിൻ്റെ സീം വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളിൻ്റെ സീം എന്ന് പറയുന്നത് ഉള്ളിലോട്ട് നിൽക്കുന്ന ആ ഒരു ആം ഹോളാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിൻ്റെ സീം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മുടെ പോയിന്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിൻ്റെ സീമും ഇവിടെ കിട്ടിയിട്ടുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ നമ്മളത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു പെർഫെക്റ്റ് ഗാർമെൻ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ആം ഹോളിൻ്റെ ഈ ഒരു സീം കൊടുത്ത ആ ഒരു പോയിന്റ്, ആ ഒരു കേവി ലൈനും നമുക്ക് നമ്മുടെ കട്ടിങ് ലൈന് ചെയ്യുന്നത് പോലെ നമുക്ക് റെഡ് കളർ വെച്ചിട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമുക്ക് റെഡ് കളർ വെച്ചിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുമായിരിക്കും, ബാക്കിയുള്ള സിമ്പിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ് ലൈൻ റെഡ് കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തല്ലോ, അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. നമ്മുടെ കട്ടിങ് ലൈൻ നമുക്ക് കാണണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിലോട്ട് വരുമ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട്, അതായത് ഉള്ളിലോട്ട് വരുന്ന ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ അവിടെ കട്ട് ചെയ്ത് പോകരുത്. നമ്മൾ ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, നമ്മുടെ ബാക്ക് ആം ഹോൾ, അവിടെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക് ആം ഹോളിൻ്റെ ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം നമുക്ക് നമ്മുടെ ബാക്ക് ആം ഹോളിൻ്റെ ഈ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു കേവി ലൈൻ ഉണ്ടല്ലോ, അവിടെ മുതൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാറ്റേൺ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് പാർട്ടാണ്, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബാക്ക് പാർട്ടുമാണ്. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നെക്കിൻ്റെ സൈഡിൽ അതുപോലെ ആം ഹോൾ പോർഷനിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് പാർട്ടിൻ്റെ ആം ഹോളാണ്. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടി. ബാക്ക് പാർട്ടിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു സൈഡ് ബാക്ക് പാർട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് ഈ ഒരു ബാക്ക് ആം ഹോളിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടി. നമ്മളതാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ.
ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ, അതായത് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോള് മാത്രമായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ബാക്ക് ആം ഹോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നിർത്തി വെക്കുക, പാറ്റേൺ നിർത്തി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ആം ഹോള് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതായത് നമ്മളെ ബാക്ക് ആം ഹോള് ഈ ഒരു പോർഷൻ, ഈ ഒരു കുഞ്ഞ് പോർഷനാണ്, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആം ഹോളും കിട്ടി, അതുപോലെ ബാക്ക് ആം ഹോളും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷനെയും ഫ്രണ്ട് പോർഷനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തു കൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കണം. നമ്മളിത് സെൻറ്ററിലൂടെ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫ്രണ്ട് പോർഷനാണ്, ഇത് ബാക്ക് പോർഷനാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ബാക്കിയുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻസ് ആണ്. നമുക്ക് ഇനി സ്റ്റിച്ചിങ് ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലൈൻസൊക്കെ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു പോർഷനിലൂടെയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ലൈന് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻ എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ടിങ് ലൈന് ചെയ്തതുപോലെ ഒറ്റ ലൈനായിട്ട് നമ്മൾ ചെയ്യില്ല, ഇടവിട്ട് വന്നിട്ടുള്ള ലൈൻസ് ആയിരിക്കും സ്റ്റിച്ചിങ് ലൈനിന് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ആം ഹോളിൻ്റെ സൈഡിലും തന്നെ നമ്മൾ ഈ ഒരു പോർഷന്, അതായത് ഈ ഒരു ആം ഹോൾ എന്ന് പറയുന്നത് ബാക്ക് ആം ഹോളാണല്ലോ, നമുക്ക് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് പാർട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോൾ മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് എടുത്ത ആ ഒരു പാറ്റേണിൽ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ, അതായത് അതിൻ്റെ സ്റ്റിച്ചിങ് ലൈന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമുക്കൊന്ന് എറൈസ് ചെയ്ത് കളയാം. ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണല്ലോ, അപ്പോൾ അത് ഞാൻ എറൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോൾ മാത്രമേ ഇവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിലൂടെ നമുക്ക് സ്റ്റിച്ചിങ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻസ് കംപ്ലീറ്റ്ലി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സിമ്പിൾ കൊടുക്കാം. അടുത്ത സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഫോൾഡ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫോൾഡിൻ്റെ സിമ്പിൾ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മൾ ഫോൾഡ് വരുന്നത് അല്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്ത് നമ്മളത് നിവർത്തുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ക്ലോത്ത് കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ഫോൾഡിൻ്റെ സിമ്പിൾ കൊടുക്കാം. ഫോൾഡിൻ്റെ സിമ്പിൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ, നമ്മൾ ആ പാറ്റേണിൻ്റെ സിമ്പിൾസ് പറയുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫോൾഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൾഡിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രെയിൻ ലൈനിൻ്റെ സിമ്പിളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രെയിൻ ലൈന് നമ്മൾ പാറ്റേൺ പേപ്പറിൽ നമുക്ക് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ നോർമലി ഗ്രെയിൻ ലൈന് കൊടുക്കാറുണ്ട് നമ്മൾ പാറ്റേൺസിൽ. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്രെയിൻ ലൈൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഗ്രെയിൻ ലൈന് സ്ട്രെയിറ്റ് ഗ്രെയിൻ ലൈനാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഗ്രെയിൻ ലൈന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രെയിൻ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഗാർമെൻറ്റ് ഏതാണോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സമ്മർ ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സമ്മർ ഫ്രോക്ക് എന്ന് കൊടുക്കുക. ഫസ്റ്റ് സമ്മർ ഫ്രോക്ക്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഏത് പാർട്ടാണ്, അതായത് ഈ ഒരു സമ്മർ ഫ്രോക്കിൻ്റെ ഏത് പാർട്ടാണ് ഈ ഒരു പാറ്റേൺ എന്നുള്ളതാണ്. അതായത് ഇത് ഫ്രണ്ട് പാർട്ടാണോ, ബാക്ക് പാർട്ടാണോ, അല്ലെങ്കിൽ സ്ലീവ് പാർട്ടാണോ,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സമ്മർ ഫ്രോക്ക് എന്നുള്ളതിൻ്റെ താഴെ നമുക്ക് ഫ്രണ്ട് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ പാറ്റേൺ ആണല്ലോ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് എന്ന് എഴുതി കൊടുക്കാം. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് കട്ട് നമ്പർ കൊടുക്കണം. കട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒരു ഗാർമെൻറ്റിന് വേണ്ടിയിട്ട് എത്ര പീസസ് കട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ നോർമലി ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണല്ലോ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഫോൾഡിങ് കൂടി വരുമ്പം നമുക്ക് ഫ്രണ്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്ലോത്ത് കിട്ടും അല്ലേ. പക്ഷേ നമ്മൾ ചില ഡ്രസ്സസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സെൻറ്ററിൽ കട്ടിങ് വരുന്ന ഡ്രസ്സസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കട്ട് നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പോർഷനിൽ, അതായത് നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു പകുതി സൈഡിൽ മാത്രമേ നമുക്ക് ക്ലോത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് നമ്മൾ ഫ്രണ്ട് കട്ടിങ്ങൊക്കെ വരുന്ന ഡ്രസ്സസൊക്കെ ചെയ്യുമ്പം നമ്മൾ കട്ട് നമ്പർ 2 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പോർഷനിലും അതുപോലെ ഈ ഒരു പോർഷനിലും നമുക്ക് ഫാബ്രിക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കട്ട് നമ്പർ 1 കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീം അലവൻസ് ആഡ് ചെയ്ത പാറ്റേൺ ആണോ സീം അലവൻസ് ആഡ് ചെയ്യാത്ത പാറ്റേൺ ആണോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തുകൊണ്ടും ആഡ് ചെയ്യാതെയും പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് സീം അലവൻസ് ആഡ് ചെയ്തുകൊണ്ടുള്ള പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വിത്ത് സീം അലവൻസ് എന്ന് എഴുതി കൊടുക്കാം. വിത്ത് സീം അലവൻസ്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റൈൽ നമ്പറാണ്. സ്റ്റൈൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പം അതിന് ഓരോ നമ്പർ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സ്റ്റൈൽ നമ്പർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൈൽ നമ്പർ എല്ലാ പാറ്റേണിലും കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കുക കേട്ടോ. #ടാഗ് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു 3 ഡിജിറ്റ് നമ്പർ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാറ്റേണിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊരു ബോക്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ കളറ് പെന്നോ അല്ലെങ്കിൽ സ്കെച്ചോ, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്കൊരു ബോക്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറ് പെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ പാറ്റേൺ എടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ പാറ്റേൺ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പക്ഷേ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് കട്ടിങ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് റെഡ് കളർ പെൻ എടുക്കാം. റെഡ് കളർ സ്കെച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് കട്ടിങ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എഡ്ജസിലൂടെയൊക്കെ നമുക്കൊന്ന് റെഡ് കളർ വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമ്മൾ ഫോൾഡിങ് ലൈൻ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല, ഫാബ്രിക് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരിക്കലും കട്ടിങ് ലൈന് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി 3 സൈഡിലും നമുക്ക് കട്ടിങ് ലൈൻസ് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് സ്റ്റിച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് സീം അലവൻസ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് സ്റ്റിച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു പോർഷനിലും ആം ഹോളിൻ്റെ ഈ ഒരു പോർഷനിലും നമ്മൾ 1/2 ഇഞ്ചസ് വെച്ചിട്ടാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡിൽ നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ടാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ആ ഒരു 1 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ താഴത്തെ പോർഷനിലുള്ള ആ ഒരു കേർവി ലൈൻസ് നമ്മൾ വിട്ടുപോകരുത്. അവിടെ നമ്മൾ കേർവി ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ലൈൻസ് ഈ ഒരു പോയിന്റിലൂടെ മാർക്ക് ചെയ്യാം. ഞാനിനി പെൻസിൽ വെച്ചിട്ടൊന്നും മാർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് നമ്മുടെ സ്കെച്ച് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കെച്ച് വെച്ചിട്ട് സ്റ്റിച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ ഫോൾഡിങ് ലൈന് ആഡ് ചെയ്യണം, അതുപോലെ ഗ്രെയിൻ ലൈനും ആഡ് ചെയ്യണം, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫോൾഡിങ് ലൈന് വരുന്നത് ഈ ഒരു പോർഷനിലാണല്ലോ. അപ്പോൾ നമുക്കിവിടെ ഫോൾഡിങ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഗ്രെയിൻ ലൈനും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കൊടുത്തതുപോലെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെയ്യുന്ന ഗാർമെൻറ്റ് എന്ന് പറയുന്നത് സമ്മർ ഫ്രോക്കാണ്. അപ്പോൾ ഞാനിവിടെ സമ്മർ ഫ്രോക്ക് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, സമ്മർ ഫ്രോക്ക്. പിന്നെ അതിന് താഴെയായിട്ട് നമ്മൾ ഏത് പാർട്ടാണ് എന്നുള്ളത് എഴുതണം. നമ്മളതിൽ ഫ്രണ്ട് പാർട്ടാണ് ആയതുകൊണ്ട് നമ്മളത് ഫ്രണ്ട് പാർട്ട് എന്ന് എഴുതി. ഇത് നമുക്ക് ബാക്ക് പാർട്ടായിട്ടാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്ക് പാർട്ട് എന്ന് എഴുതാം. പിന്നെ നമുക്ക് എഴുതേണ്ടത് കട്ട് നമ്പറാണ്. കട്ട് നമ്പർ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഗാർമെൻറ്റിനൊക്കെ നമുക്ക് 1 ആണ് കട്ട് നമ്പർ വരുന്നത്. പക്ഷേ സെൻറ്റർ കട്ടിംഗ് ഒക്കെ വരുന്നതിന് കട്ട് നമ്പർ 2 ഒക്കെ ആയിരിക്കും വരുന്നത്. അത് ഓരോ ഗാർമെൻറ്റിൻ്റെയും സ്റ്റൈലിനനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗാർമെൻറ്റിന് നമ്മൾ കട്ട് നമ്പർ 1 ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വിത്ത് സീം അലവൻസ് ആണോ വിത്തൗട്ട് സീം അലവൻസ് ആണോ എന്നുള്ളത് കൊടുക്കണം. നമ്മളിവിടെ വിത്ത് സീം അലവൻസ് ആണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ വിത്ത് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റൈൽ നമ്പർ കൊടുക്കണം. സ്റ്റൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ, അതായത് നമ്മളൊരു ഗാർമെൻറ്റിൽ എത്ര പാറ്റേൺസ് ഉണ്ടോ അത്രയും പാറ്റേൺസിൽ നമ്മൾ ഒരേ സ്റ്റൈൽ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ഞാൻ 073 ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിലും 073 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു ബോക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടാഗ് പീസ്, അതായത് ഒരു വള്ളി പോലെ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പാറ്റേൺ പേപ്പർ എടുക്കാം. നമ്മൾ പാറ്റേൺ പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടാഗ് പീസിന് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല, അതുപോലെ കട്ടിങ് ലൈൻസ് ഒന്നും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അത് നമ്മൾ ഡയറക്റ്റ് വിത്ത് സീം അലവൻസ് ഇല്ലാതെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടാഗ് പീസിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ടാഗ് പീസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ടാഗ് പീസിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കേട്ടോ. ടാഗ് പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് മൈനസ് ½ ഇഞ്ച് ഇൻറ്റു 2 ആണ്. അതായത് 1/4 ഓഫ് ചെസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് 4.5 ആണ് കിട്ടുന്നത്. മൈനസ് ½ ഇഞ്ച് എന്ന് പറയുമ്പം നമുക്ക് 4 ഇഞ്ചാണ് കിട്ടുന്നത്. 4.5 എന്ന് ½ ഇഞ്ച് മൈനസ് ആയാൽ നമുക്ക് 4 കിട്ടും. 4 × 2 എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ടാഗ് പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. പിന്നെ വിഡ്ത്ത് നമ്മൾ നോർമലി 3 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ലെങ്ത്ത് 8 ഇഞ്ച്, വിഡ്ത്ത് 3 ഇഞ്ച്. ആ ഒരു മെഷർമെൻറ്റിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാഗ് പീസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മുടെ പാറ്റേണിൻ്റെ ടോപ്പ് പോർഷൻ ഇവിടെ നമ്മൾ എക്സ്ട്രാ വിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
കാരണം നമ്മൾ വിത്ത് സീം അലവൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാതെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പാറ്റേണിൻ്റെ ടോപ്പ് പോർഷനിൽ താഴോട്ട് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മുടെ ടാഗ് പീസിൻ്റെ ലെങ്ത്ത്. പിന്നെ അവിടുന്ന് നമ്മൾ വിഡ്ത്തായിട്ട് നമ്മൾ 3 ഇഞ്ചസ് ആണ് നോർമലി കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു 3 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടാഗ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ടിങ് ലൈൻസ് നമ്മൾ കൊടുക്കണം. സ്റ്റിച്ചിങ് ലൈൻസ് കൊടുക്കാറില്ല, പക്ഷേ നമ്മൾ കട്ടിങ് ലൈൻസ് കൊടുക്കണം. അപ്പോൾ കട്ടിങ് ലൈൻസ് കൊടുക്കാൻ നമ്മൾ റെഡ് കളർ സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കട്ടിങ് ലൈൻസ് കൊടുക്കാം. അപ്പോൾ 4 സൈഡും നമ്മൾ കട്ടിങ് ലൈൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് ലൈൻസിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടാഗ് പീസ് ഇവിടെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാറ്റേൺ പേപ്പർ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ടാഗ് പീസിൽ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇനി നമ്മൾ ടാഗ് പീസിൽ ഫോൾഡിങ് വരുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ ഫോൾഡിങ് ലൈൻ കൊടുക്കണ്ട, പക്ഷേ നമ്മൾ ഗ്രെയിൻ ലൈന് നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ ഗ്രെയിൻ ലൈന് സ്ട്രൈറ്റ് ഗ്രെയിൻ ലൈനാണല്ലോ നമ്മൾ പാറ്റേണിൽ വരുന്നത്, സോറി ടാഗ് പീസിന് വരുന്നത്. അപ്പോൾ ഒരു സൈഡിലായിട്ട് നമുക്ക് സ്ട്രൈറ്റ് ഗ്രെയിൻ ലൈന് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗാർമെൻ്റ് ആണോ എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. സമ്മർ ഫ്രോക്ക്, പിന്നെ ഏത് പാർട്ടാണ് എന്നുള്ളത് എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ മറ്റേതിൽ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ടാഗ് പീസ് എന്നാണ് എഴുതുന്നത്. നമ്മൾ ടാഗ് പീസാണല്ലോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടാഗ് പീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് നമ്പർ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ കട്ട് നമ്പർ നമ്മൾ ടാഗ് പീസ് 2 എണ്ണമാണല്ലോ, 2 സൈഡിലും നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് നമ്പർ 2 ആണ് കൊടുക്കുന്നത്. 2 ടാഗ് പീസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ 2 സൈഡിലും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ട് നമ്പർ 2 എന്ന് എഴുതി. പിന്നെ നമ്മൾ ഇതിൽ സീം അലവൻസ് നോർമലി ആഡ് ചെയ്യാത്തത് കൊണ്ട് വിത്ത് സീം അലവൻസ് ആണോ വിത്തൗട്ട് സീം അലവൻസ് ആണോ എന്നുള്ളത് കൊടുക്കേണ്ടതില്ല. പിന്നെ നമുക്ക് സ്റ്റൈൽ നമ്പർ കൊടുക്കണം. സ്റ്റൈൽ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം സ്റ്റൈൽ നമ്പർ തന്നെ കൊടുക്കുക, 073. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റൈൽ നമ്പറാണോ ചൂസ് ചെയ്തിട്ടുള്ളത് സെയിം സ്റ്റൈൽ നമ്പർ തന്നെ എല്ലാ പാറ്റേണിലും, അതായത് പാറ്റേണിൻ്റെ എല്ലാ പാർട്സിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊരു ബോക്സിലാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ടാഗ് പീസും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേൺ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് കിട്ടി, ഫ്രണ്ട് പാർട്ട് കിട്ടി, പിന്നെ നമുക്ക് ടാഗ് പീസായിട്ട് വെക്കാനുള്ള ഒരു ടാഗ് പീസും നമ്മൾ പാറ്റേൺ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ പാറ്റേൺ നമ്മൾ ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൂടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്കത് എന്താണ്, എങ്ങനെയാണ് സിമ്പിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്താണ് എഴുതി കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ എവിടെയാണ് കട്ടിങ് ലൈൻ കൊടുക്കേണ്ടത്, സ്റ്റിച്ചിങ് ലൈൻ എവിടെ കൊടുക്കണം, ഫോൾഡിങ് എവിടെ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്ത ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി, അതായത് ഞാൻ പറഞ്ഞ ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായാലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം നമ്മൾ ഇനിയും പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണോ ഞാൻ പറയേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലായാലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ നിർബന്ധമായിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ല ഇനി ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ, നമ്മുടെ സംസാര രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലല്ലേ നമ്മളെ വീഡിയോസ് നമുക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും അത് നിർബന്ധമായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമ്മർ ഫ്രോക്കിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. സമ്മർ ഫ്രോക്കിൻ്റെ
പാറ്റേൺ എന്ന് പറയുന്നത്. അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗാർമെൻറ്റാണ് സമ്മർ ഫ്രോക്ക് എന്ന് പറയുന്നത്. നമുക്ക് കുട്ടികൾക്ക് അത്യാവശ്യം ട്രെൻഡി ആയിട്ടും അതുപോലെ അവർക്ക് കംഫർട്ടായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് ഒരു ഗാർമെൻറ്റാണ് നമ്മുടെ സമ്മർ ഫ്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് സമ്മർ ഫ്രോക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പാറ്റേൺ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചെയ്തു എന്നും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് ഓക്കെ അപ്പം മനസ്സിലായി എന്ന് തോന്നും. പക്ഷേ നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് തന്നെ പഠിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും മാത്രമാണ് നമുക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് നമ്മുടെ ചാനൽ അവർക്ക് കൂടി ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ് മുതൽ തന്നെ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ കമൻറ്റ്സ് അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് കൂടിയേ തീരും. അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.